150 ശതോത്തര സുവർണ ജൂബിലി തിരുനാളിനെ പറ്റി പറയുന്നതിനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഈ വർഷം 150 വർഷം പൂർത്തിയാക്കുകയാണ് പാർവതി തീർത്ഥാടനം. അതുകൊണ്ട് തന്നെ വളരെ മോടിയായ രീതിയിൽ, ഏറ്റവും ഭക്തിപരമായ രീതിയിൽ ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രോഗ്രാംസ് ഞങ്ങളുടെ തന്നിരിക്കുന്ന കടലാസിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച 17-ാം തീയതി തിരുനാളിൻ്റെ കൂടിക്കയറ്റങ്ങളൊക്കെ പള്ളിയുടെ മുന്നിലുള്ള സെന്റ് ആന്റണീസ് കത്തീഡ്രലിൽ വിശുദ്ധ കുർബാന നടത്തുകയും അതേ തുടർന്ന് ദേവാലയത്തിന് മുൻപിലുള്ള കൊടിമരത്തിൽ തിരുനാളിൻ്റെ കൊടി ഉയർത്തുകയും അന്ന് മുതൽ തിരുനാൾ നവനാൾ കുർബാനയും നൊവേനയും ആരംഭിക്കുന്നതാണ്. 24-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് വൈദ്യുതി ദീപാലങ്കാരത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് CMI തൊട്ടു മുൻപിലുള്ള സെന്റ് ജോസഫ് ആശ്രമത്തിലെ ആശ്രമാധ്യക്ഷൻ ഫാദർ ജോസഫ് ആലപ്പാട്ടാണ്. ശനിയും ഞായറാണ് വലിയ പെരുന്നാൾ ദിനങ്ങൾ. ശനിയാഴ്ച 25-ാം തീയതി രാവിലെ പട്ടുകുർബാനയും നൊവേനയ്ക്കൊക്കെ ശേഷം നേർച്ച സദ്യ ആശീർവദിക്കും. ഈ നേർച്ച സദ്യയില് ശനിയാഴ്ച രാവിലെ തുടങ്ങി ഞായറാഴ്ച 2 മണി വരെയും തിരുനാൾ ഊട്ട് നമ്മൾ നൽകും സൗജന്യമായി. ഏകദേശം 1.5 ലക്ഷത്തോളം പേർക്ക് ഊട്ട് വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഏകദേശം 60,000-ഓളം പേർക്ക് പാഴ്സലായി വീടുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവില്, അതുപോലെ തന്നെ ഉള്ള നേർച്ചകളും നമ്മൾ പാക്കറ്റായിട്ട് റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 25-ാം തീയതി വൈകിട്ട് 5:30 തൃശ്ശൂർ അതിരൂപത മെത്രാപ്പോലീത്ത ആൻഡ്രൂസ് താഴത്ത് പിതാവ് ദേവാലയത്തിലെത്തുകയും തിരുനാളിനോടനുബന്ധിച്ച് ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പള്ളിയുടെ ഉള്ളില് നവീകരണങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു തീർത്ഥ കേന്ദ്രത്തിൻ്റെതായ എല്ലാ നവീകരണ പ്രവർത്തനങ്ങളും മനോഹരമാക്കലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ആ നവീകരിച്ച ദേവാലയത്തിന്റെ ഉൾഭാഗം മറാണ്ടൂർ താഴത്ത് പിതാവ് ആദ്യം ജനിച്ചിരിക്കും. അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിക്കും, വചന സന്ദേശം നൽകും. അതിനുശേഷം തിരുനാൾ തലേ ദിവസമാണ് രൂപക്കൂടുകൾ എഴുന്നള്ളിച്ച് പള്ളിയുടെ മുൻപിൽ വയ്ക്കുന്നതാണ്. 26-ാം തീയതിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായൊരു ദിവസം, തിരുനാൾ ദിനം. അന്ന് പുലർച്ചെ 4 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കുർബാനകൾ ഉണ്ടായിരിക്കും. 10 മണിക്ക് അന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തൃശ്ശൂർ അതിരൂപതക്കാരനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് വരികയും തിരുനാൾ കുർബാന അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് തിങ്കളാഴ്ച മുതൽ അന്ന് ഉച്ചകഴിഞ്ഞ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് പ്രദർശനം ആരംഭിക്കും. ശനിയും ഞായറും 8-ാമത്തെ ഞായർ ദിവസങ്ങളിലും വെടിക്കെട്ടുകൾ മനോഹരമായിട്ടുണ്ടാകാറുണ്ട്. അതിപ്രാവശ്യവും അനുവാദങ്ങൾ ലഭിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. ലഭിക്കുന്നുവെങ്കിൽ അതിന് മുറയ്ക്ക് അവരാവശ്യപ്പെടുന്ന രീതിയിൽ അത് ഏറ്റവും മനോഹരമാക്കി തീർക്കും. തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് തന്നെയാണ് ഇപ്രാവശ്യം ഞങ്ങൾ പെരുന്നാൾ. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ മറവിൽ ഞങ്ങളുടെ കാര്യങ്ങൾ മറക്കാൻ ഞങ്ങൾ പരിശ്രമിക്കരുത്. വാർത്ത നന്നായിട്ട് പുറത്തോടും.
26-ാം തീയതി വൈകിട്ട് പ്രദക്ഷിണം. തിങ്കളാഴ്ച മുതൽ പിന്നത്തെ എട്ടാമിടത്തിന്റെ തലേ ദിവസം ശനിയാഴ്ച വരെ കലാസന്ധ്യകളുടെ ദിവസമാണ്. നിങ്ങൾക്ക് നോട്ടീസ് വന്നതാണ്. അതില് ആ ഇടവകയിലെ പല സംഘടനകളുടെയും നേതൃത്വത്തില് അവർ തന്നെ നേതൃത്വം കൊടുത്തും അവർ തന്നെ അതിന്റെ ഫൈനാൻസ് കണ്ടെത്തിയും പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. ആ ദിവസത്തെ പരിപാടികളെല്ലാം നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ്. എട്ടാമിടത്തിന് രാവിലെ തിരുനാൾ കുർബാനകൾ എല്ലാം ഉണ്ടാകും. അതിനുശേഷം വെടിക്കെട്ടും അതുപോലെ തന്നെ കലാപരിപാടികളും അരങ്ങേറുന്നതാണ്. വളകള് ദേവാലയത്തില് കയറുന്നതാണ് വൈകിട്ട്. അങ്ങനെ ഏറ്റവും ആഘോഷമായ രീതിയിൽ മനോഹരമാക്കി തീർക്കാൻ പാവർട്ടി പള്ളിയും പരിസരമൊക്കെ ഞങ്ങൾ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്നു. പള്ളിയുടെ മുൻപിൽ മനോഹരമായ പന്തലും അരങ്ങുകളും അതുപോലെ റെനോവേഷൻ കഴിഞ്ഞ് പള്ളിയുടെ മുൻഭാഗവും ഉൾഭാഗവും ഒക്കെ തീർച്ചയായിട്ടും തീർത്ഥാടകരെ ആകർഷിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അതുപോലെ മെയ് 9-ാം തീയതി ചതോത്തര സുവർണ ജൂബിലിയുടെ പര്യവസാനം ഞങ്ങൾ നടത്തുകയാണ്. അത് ഇടവക ദിനവും അതായത് ഇടവക കുടുംബ കൂട്ടായ്മകളുടെ കലാപരിപാടികളും അതേ സമയം തന്നെ ഒരു മത സൗഹാർദ്ദ വേദിയും ഹൈന്ദവരും മുസ്ലിംസും അവിടെയുള്ള VIP-കളായ വ്യക്തികളെയും ഒക്കെ കൂട്ടിക്കൊണ്ടാണ് സമാപന സമ്മേളനം. അത് ഉദ്ഘാടനം ചെയ്യുന്നത് തൃശ്ശൂർ അതിരൂപത സഹായമെത്രാൻ ടോണി നീലങ്കാവിൽ പിതാവാണ്. അത് 9-ാം തീയതിയാണ്. അതുകൂടി തിരുനാളിന്റെ ഭാഗമാണ്. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള പരിപാടികൾ. ഈ അറിയിപ്പിൽ നിന്നും നോട്ടീസിൽ നിന്നും വ്യക്തമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ, സാധാരണ ഇങ്ങനെ വേണം നിങ്ങൾ ചോദിക്കാറുള്ളത് ചാരിറ്റിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം വരാറ്. ഇപ്രാവശ്യം നമ്മൾ കൊടി കയറുന്ന അന്ന് മുതൽ തിരുനാൾ 8-ാമിടം വരെയും സാന്റ് ജോസ് ഹോസ്പിറ്റലിൽ OP ടിക്കറ്റ് ഫ്രീ ആയിരിക്കും. ഡയാലിസിസും അതുപോലെ തന്നെ നമുക്ക് 9 മെഷീൻ അവിടെയുണ്ട്, ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ നടത്തുക. ചതോത്തര സുവർണ ജൂബിലി പ്രമാണിച്ച് ഒരു 50 ലക്ഷത്തിന്റെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണമെന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. എന്നാൽ സുപ്രധാനമായിട്ട് തട്ടിൽ പിതാവ് വരുന്ന അന്ന് ഒരു വീടിനുള്ള ശില പെഞ്ചിരിച്ച് ആശീർവദിച്ച് വെക്കുകയാണ് ഞങ്ങൾ. ലക്ഷ്യം ഇതാണ്: ചതോത്തര സുവർണ ജൂബിലി പ്രമാണിച്ച് ഭവനമില്ലാത്ത ഒരു ഇടവക അംഗത്തിന്, പാവപ്പെട്ട അംഗത്തിന് എത്രയും വേഗം തന്നെ ഒരു ഭവനം പണിതു കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. തട്ടിൽ പിതാവ് അതിന്റെ തറക്കല്ല് വെച്ചിരിക്കും. തീർച്ചയായിട്ടും ഒരു 6 മാസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കണം. ചതോത്തര സുവർണ ജൂബിലിയുടെ സ്മാരകമായിട്ട് എന്നാണ് ജൂബിലി ഭവനം പണിയണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതൊക്കെയാണ് പാവർട്ടി തിരുനാളിനോടുള്ള അനുബന്ധിച്ചുള്ള പ്രോഗ്രാംസിന്റെ ഒരു ചുരുക്ക വിവരണം. ഇത് നിങ്ങൾക്ക് നോട്ടീസിലും ഈ ലെറ്ററിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പത്രപ്രവർത്തകരാണ് പാവർട്ടിയെ ഇന്നത്തെ രീതിയിൽ അറിയപ്പെടുന്ന ഒന്നാക്കി തീർത്തതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരത്തിന്റെ ആ വർണ്ണ പ്രപഞ്ചത്തിലെ ഇതിന്റെ മനോഹാരിതയും ഇതിന്റെ ഭക്തിയും എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ നിങ്ങൾ വാർത്ത കൊടുക്കണം എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമ്മളെല്ലാ പത്രങ്ങളിലും തന്നെ നമ്മളുടെ പരസ്യം മനോഹരമായിട്ട് കൊടുക്കുന്നുണ്ട്. പലതിലും ഫുൾ പേജ് തന്നെ കവർ ചെയ്യുന്നുണ്ട്, ചിലതില് ഹാഫ് പേജസ്. ഇങ്ങനെ നമ്മൾ കഴിയാവുന്നതും പത്രങ്ങളെയോ അവരുടെ പ്രതിദാനം ചെയ്യുന്ന ആ പ്രസ്ഥാനങ്ങളെ ഒന്നും ഓർത്തിട്ടല്ല, പാവർട്ടി തിരുനാള് എല്ലായിടത്തും അറിയപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും തന്നെ ഞങ്ങൾ പരസ്യം ചതോത്തര സുവർണ ജൂബിലി പ്രമാണിച്ച്
വിശ്വസിക്കാം. അതറിയുന്നവരായിരിക്കും. നിങ്ങൾ ചിലപ്പോ പരസ്യത്തിന്റെ മാനേജർ മാത്രം അത് അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പബ്ലിസിറ്റി കൺവീനർ ജസ്റ്റിൻ ചേട്ടനാണ് ചേട്ടനതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു വാർത്ത കൂടി, ശതാബ്ദി സുവർണ ജൂബിലി പ്രമാണിച്ച് ഒരു ഗാനം ഏതെങ്കിലും നല്ല സിനിമാ ഗായികയെ കൊണ്ട് പാടിപ്പിക്കണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. ചിത്ര ചേച്ചി, ചിത്ര മനോഹരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പരിപാവന പാദം തേടി എന്ന് പറഞ്ഞ് അവിടെ സ്ഥിരമായി പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് കുറെ കൂടി ഭംഗിയായി രാഗ താളലയത്തോടു കൂടി ഞങ്ങൾക്ക് പാടിത്തന്നു. ആ പാട്ട് ഇപ്പോൾ യൂട്യൂബില്, ചിത്രയുടെ യൂട്യൂബില്, അതുപോലെ ജയരാജ് വാര്യർ അവിടെ ഉണ്ടായിരുന്നു. ജയരാജ് വാര്യറിന്റെ മകൾ ഗായിക ഇന്ദു അവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ യൂട്യൂബില് ഈ ന്യൂസും ഈ പാട്ടും നമ്മൾ കേൾക്കാവുന്നതാണ്. അത് ഒത്തിരിയേറെ പേര് കേൾക്കുകയും സന്തോഷം അറിയിക്കുകയും ചെയ്ത കാര്യമാണ് ഈ ശതാബ്ദി സുവർണ ജൂബിലി വർഷത്തിൽ. അതുകൂടി ഞാൻ ആ സന്തോഷം കൂടി പങ്കുവയ്ക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമ്മിറ്റിക്കാരുണ്ട്, അവരും മറുപടി പറയും. ഇപ്പൊ ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആറുപേരുടെ പേരുണ്ട്. ആരാ വരാത്തത്? കസാനില്ലാത്ത കാരണം ഇരിക്കാത്തതുള്ളൂ. ആ നിൽക്കുന്ന മനുഷ്യനാണത് സേവ് ചെയ്യുക. അതൊക്കെ ഒരു വീട് അതെ, ഇപ്പൊ ഒരു വീട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. പിന്നെ അതെ, ചികിത്സാ സഹായമാണ് കൂടുതൽ വരിക. ഈ തിരുനാളിന്റെ ഒരു പ്രത്യേകത, തിരുനാളിന് ചാരിറ്റിക്ക് നമ്മൾ സംഖ്യ നമുക്ക് കിട്ടുന്നതിൽ നിന്നും മാറ്റി വയ്ക്കും. ഇപ്പൊ തിരുനാൾ കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഈ ചാരിറ്റി വിതരണം ചെയ്യാനായിട്ട് കമ്മിറ്റി ഉണ്ട്. കുടുംബ കൂട്ടാളിൽ നിന്ന് ഏകോപന സമിതി എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടിയിട്ട് നമ്മളെല്ലാ മാസവും ഏകദേശം 50,000 രൂപ ഇടവകയിലുള്ളവർക്ക് ചാരിറ്റി ചെയ്യുന്നുണ്ട്. അത് നാച്ചുറൽ സാധാരണ പ്രോസസ്. ഇത് ഈ 50 ലക്ഷം എന്ന് പറയുന്നത് ഈ തിരുനാൾ നമുക്ക് കിട്ടുന്ന വരവിൽ നിന്ന് മാറ്റിവെക്കുന്ന സംഖ്യയാണ്. അപ്പൊ ഈ തിരുനാളിന് അപേക്ഷ തരുന്ന ആർക്കും, ഏതിടവക്കാരായാലും ഏത് മതക്കാരായാലും അവരുടെ അപേക്ഷകളെല്ലാം നമ്മൾ സ്വീകരിക്കും. നമ്മളത് പരിശോധിക്കും. ആവശ്യമുള്ളവർക്ക് നമ്മളത് പങ്കുവെച്ചു കൊടുക്കും. ഇടവക്കാർക്ക് മാത്രമല്ല, മറ്റിടവകളിൽ നിന്നുള്ളവര് അല്ലെങ്കിൽ മറ്റിടവകളിൽ നിന്ന് രോഗികളായിട്ട് വരുന്നവര് അവരെല്ലാം അപേക്ഷ വയ്ക്കണം. അത് മുസ്ലിംസ് ആയിക്കൊള്ളട്ടെ, ഹിന്ദുസ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ആരായാലും ശരി, നമ്മളത് പങ്കുവെച്ചു കൊടുക്കുന്ന രീതിയാണ് പാവട്ടി പള്ളിയിലുള്ളത്. പല തിരുനാൾ കഴിഞ്ഞാൽ, എട്ടാവണം കഴിഞ്ഞാൽ ഒരു 7 ദിവസത്തിനുള്ളിൽ ഇപ്പൊ അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതെല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം കളക്ട് ചെയ്ത് അതെല്ലാം സോർട്ട് ചെയ്ത് നമ്മൾ പറ്റാവുന്ന നമ്മുടെ ഈ ബഡ്ജറ്റിൽപ്പെട്ട രീതിയിൽ നമ്മൾ സഹായം ചെയ്യാറുണ്ട്. അത് ഈ വർഷം നമ്മൾ ചെയ്യും. അത് കാര്യമായിട്ട് തന്നെ ഈ ശതാബ്ദി സുവർണ ജൂബിലി വർഷത്തിൽ ചെയ്യണമെന്ന് തന്നെയാണ് കമ്മിറ്റിയുടെ ആഗ്രഹം. കിട്ടട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അപ്പൊ കുറെ സംഘർഷങ്ങൾ കഴിയും. എഡിഎമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പല പരാധീനതകളും നമുക്കുണ്ട് എങ്കിലും വളരെ നല്ല റിപ്പോർട്ടുകളാണ് പല ഭാഗത്തു നിന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എഡിഎം പോസിറ്റീവായിട്ട് ഇപ്പൊ കിട്ടണം ഈ ദിവസങ്ങളിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എല്ലാ വർഷവും നടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്ലാനുകളും അതിന്റെ സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. യെസ് എന്ന് പറഞ്ഞാൽ അത് ഓർഡർ കൊടുക്കുക, പരിപാടികൾ ചെയ്യുക. കഴിഞ്ഞ കൊല്ലം ഇവിടുന്ന് കിട്ടിയില്ല, നമ്മൾ ഹൈക്കോടതിയിൽ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ തന്നില്ലെങ്കിൽ നമ്മൾ ഹൈക്കോടതിയിൽ പോകും. അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ പൊട്ടിക്കും. ഈ ദിവസങ്ങളിൽ അറിയാം, ഇനി വൈകില്ല. വെക്കേഷൻ കോടതിയിൽ തുടങ്ങാറായി. അതിന് നമുക്ക് ഈ ദിവസങ്ങളിൽ തന്നെ ഏകദേശം അതിന്റെ മറുപടി നമുക്ക് കിട്ടും. ഈ ദിവസങ്ങളിൽ തന്നെ. കാരണം ഇപ്പൊ തൃശ്ശൂർ വെടിക്കെട്ട്
അതിനനുമതി അവർക്ക് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യണം. അന്ന് തന്നെയാണ് പാവർട്ടിയിൽ നടക്കുന്നത്. വൈകില്ല എന്തായാലും. ഇലക്ഷൻ കാരണം നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ അവിടെ ആരുമില്ല, മറ്റേ ഇലക്ഷൻ ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകി വന്നെ. എന്തായാലും എന്റെ വിശ്വാസം 2 ദിവസത്തിനുള്ളില് യെസ് പറഞ്ഞോ ഭരണകൂടത്തിൽ നിന്ന് കിട്ടും. യെസ് ആണെങ്കിൽ പിന്നെ പ്രൊസീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഹൈക്കോടതിയിൽ പോകുന്നു. അവർ യെസ് പറയുകയാണെങ്കിൽ പ്രൊസീഡ് ചെയ്യും. അവർ നോ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചൈനീസൊക്കെ പൊട്ടിച്ച് ആ സന്തോഷത്തില് തിരുനാൾ ആഘോഷിക്കും. നീ സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൈകളിലാണ് പാർവതി പെരുന്നാൾ. ഗൗരവമായിട്ട് നിങ്ങൾ കൊടുത്ത എഡിറ്റേഴ്സ് അത് ഭംഗിയായിട്ട് കൊടുക്കും. വെറും പ്രാദേശികത്തിലല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ജില്ലയിലൊക്കെ കൊടുക്കാൻ നോക്കിക്കോളൂ. കേരളത്തിലാണ് കൊടുക്കണ്ടേ. നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയി ചിത്രയുടെ പാട്ടുകൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കൊടുക്കുന്നത്. അതൊന്നും ആൾക്കാർ വരുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇവരുടെ പേര് ഇതാണ്, ജസ്റ്റിൻ. ഞാൻ പറഞ്ഞു ഓജെ ജസ്റ്റിൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ. ഇത് ലിയോ, അദ്ദേഹം ഇപ്പോഴത്തെ ട്രസ്റ്റിയാണ്, നടത്തുകക്കാരനാണ്. അഭിനയിക്കുന്നത് ലിയോയാണ്. നമ്മുടെ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു. അടുത്തുള്ളത് ലെസ്ലി, അത് കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നു. നിങ്ങളൊന്ന് ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. ഇൻവിറ്റേഷൻ കൊണ്ടുവന്നുണ്ടോ? കിട്ടിയിട്ടില്ല. എന്തായാലും ഇത് ഇൻവിറ്റേഷൻ അല്ല. ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഏൽപ്പിക്കാനോ എന്തെങ്കിലും സംവിധാനം ചെയ്യാം. ഇന്നടിച്ച് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇൻവിറ്റേഷന്റെ കമ്മിറ്റി വേറെയാണ്. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നലെ എന്നോട് പറഞ്ഞത് ഇന്ന് കിട്ടുന്നതാണ്. എന്തായാലും പ്രസ് ക്ലബില് നിങ്ങൾക്കുള്ള ഇൻവിറ്റേഷൻസ് ഉണ്ടായിരിക്കും. മനസ്സിലായി? ഒന്ന് വന്ന് കാണാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ അർജുൻ പാണ്ഡ്യൻ ജില്ലാ കളക്ടറായിരുന്നപ്പോൾ ആൾക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പലപ്പോഴും കേട്ടിട്ടുണ്ട് പാർവതി പെരുന്നാള് വെടിക്കെട്ട്. ഞാൻ വരുന്ന ആൾ പ്രോമിസ് ചെയ്തു. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ സംഘർഷങ്ങളുടെ ഒക്കെ ഇടയിൽ എന്തോ പിന്നാണ് ജസ്റ്റ് ഒരു ദിവസം വന്നു, പകൽ നേരത്ത് വന്ന് ആളൊന്ന് ജസ്റ്റ് എല്ലാവരും നോക്കിപ്പോയി. വെടിക്കെട്ടിന് നേരത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗ്ഷന് നേരത്താർക്ക് വരാൻ പറ്റിയില്ല. എങ്കിലും പേരിനൊന്ന് വന്ന് ഞങ്ങൾ എല്ലാവരെയും കണ്ട് ആള് പോയി. പെരുന്നാള് കഴിഞ്ഞ ഭണ്ഡാരം പണ്ട് ചില സാധനമൊക്കെ ഫേസ്ബുക്കിലൊക്കെ വന്നിരുന്നു. ആൾക്കാർ കൂടിയിരുന്ന് പണം അങ്ങനെ നല്ല ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളത് വലിയ പബ്ലിസിറ്റി കൊടുക്കാറില്ല. അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ. കാരണം അതന്നെ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പള്ളിയുടെ ക്രിസ്ത്യന്മാരുടെയും ഒക്കെ ആ സന്നിധിയിൽ തന്നെ അവരെല്ലാവരും ഉണ്ട്, ഞങ്ങളും ഉണ്ടാകും. എല്ലാം അവിടെ കൊണ്ട് ആ വരാന്തയില് നിരത്തിയിടും. കുറച്ചുപേര് പോരല്ലോ, ഈ ചിലരൊക്കെ എണ്ണാൻ എന്തോരം ആൾക്കാർ വേണം. അന്ന് തന്നെ രാവിലെ തുടങ്ങി ഒരു 10 മണിക്ക് അത് കൊണ്ടിട്ട് കഴിഞ്ഞാല് ഒരു 4 മണിയോട് കൂടി എല്ലാം എണ്ണി തീർത്ത് തിട്ടപ്പെടുത്തി അപ്പൊ തന്നെ അനൗൺസ് ചെയ്യും, ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാഷ്. അവിടെ തന്നെ വെച്ച് അച്ഛൻ ഔദ്യോഗികമായിട്ട് തന്നെ പറയും, ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വരവെന്ന്. ഇങ്ങനൊരു പ്രാക്ടീസാണ് അവിടെ ഉള്ളത്. വേറെ അപകടമൊന്നും നമുക്ക് കണ്ടിട്ടില്ല. സാധാരണ ട്രാൻസ്പാരന്റ് ആയിട്ട് കാര്യങ്ങൾ നടന്നോട്ടെ എന്നതുകൊണ്ടാണ് അത് ചെയ്യാറ്. അത് നമ്മൾ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കാനൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. കഴിഞ്ഞ വർഷം ആരോ അതൊരു ഫോട്ടോ എടുത്ത് ആൾക്ക് പേര് കിട്ടാൻ വേണ്ടി ഇട്ടു. അതിലധികം കാശ് കിട്ടുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. ആളിനെ തന്നെ ഇട്ട് മൂടാവുന്ന കാശ് കിട്ടാവുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതാണ് പറ്റിയത്. കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു നമ്മൾ ഫോട്ടോ ഒന്നും എടുക്കരുത്. ഇല്ല, നമ്മുടെ രീതി ഇതാണ്. എല്ലാവരും ഈ ഭണ്ഡാരം കൊണ്ടുവരുന്നു, അവിടെ ചെരിയുന്നു, അത് കഴിഞ്ഞ് അത് പറ്റിയിടുന്നു.
എല്ലാവരും ഇതിന് ചുറ്റും ഇരിക്കുന്നു. ഒരു കമ്മിറ്റിക്കാരാ അല്ലല്ല, ആർക്ക് വേണമെങ്കിൽ വരാം. പള്ളിയിൽ വിളിച്ചു പറയും ഭണ്ഡാരം നാളെ എണ്ണുന്നു 10 മണി മുതൽ 8 മണി. കണ്ടമാനൊന്നും വരില്ല, ഏകദേശം വരാന്ത നിറഞ്ഞിരിക്കത്തക്ക രീതിയിൽ. ഇനി കുറച്ചുപേര് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവർ പോകും. അപ്പൊ പെൻഡിങ് നിൽക്കുന്നവരിക്കും. അങ്ങനെ ആ ഒരു 4 മണിയാകുമ്പോഴേക്കും ഇതെല്ലാം എണ്ണി ചിട്ടപ്പെടുത്തി നമ്മൾ അവിടെ ഉണ്ടായിരുന്നവരോട് നമ്മൾ പറയും ഇതാണ് നമ്മുടെ ടോട്ടൽ വരവ്, എല്ലാം നമ്മൾ കൃത്യം പറയും. അതൊരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ടാണ്. കുറച്ചുപേരെ മാത്രം അത് എണ്ണി എത്രയുണ്ട്, എങ്ങനെയാണ്, ഇനി എത്ര ദിവസം എടുക്കണതൊക്കെ ഒന്ന് എണ്ണി ചില്ലറ തന്നെ വന്ന ചില്ലറയാണല്ലോ സാധാരണ ഭണ്ഡാരത്തിൽ കൂടുതൽ വരിക, നമുക്കല്ലല്ലോ. അപ്പൊ അത് മുഴുവൻ എണ്ണി ചിട്ടപ്പെടുത്തണമെങ്കിൽ വേറെ മെഷീനൊന്നും ഇല്ല, എന്ന് തന്നെ വേണം. ഇതാണ് അവിടുത്തെ രീതി. കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആണ് എന്നുള്ള ഒരു പണ്ട് മുതലേ ഉള്ളൊരു കസ്റ്റം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ആ രീതിയെ നമ്മൾ മാറ്റിയിട്ടില്ല എന്ന് മാത്രം. എന്നാൽ നമ്മളത് എല്ലാവർക്കും ഫോട്ടോ എടുത്ത് വാട്സപ്പ് ഇട്ട് ഒരു തെറ്റായ ഒരു ചിന്തയ്ക്ക്, ഒരു പ്രവണതയ്ക്ക് അത് കാരണമാകുക ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷമാണ് ആളുടെ പകിട്ടിന് വേണ്ടി അത് ചെയ്തത്. അതുപോലെ ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുക. എന്തോരം പറഞ്ഞാലും എല്ലാവരുടെ കയ്യിൽ നിന്ന് മൊബൈലാണല്ലോ, എവിടേക്ക് ഇത് വെച്ചെങ്ങനെയെന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് അറിയാം. ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിൽ വന്നൊന്ന് കാണണമെങ്കിൽ കാണാം, കണ്ണുനോക്ക് കാണാം. ഇടവക്കാർ തന്നെ ചിലപ്പോൾ കൂടുതൽ സ്ത്രീകൾ അധികം ഉണ്ടാകില്ല, എന്നാലും ഉണ്ടാവും. ചിലപ്പോൾ നേർച്ച പോലെയൊക്കെ പുണ്യവാന്റെ കാശ് ഞങ്ങൾ എന്നാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നവരും ഉണ്ട്. എന്നാ ഇടവക ജനത്തിൽ വന്നത് കാണാം, എണ്ണുന്നോ ആരെങ്കിലും കാശെടുത്താലും അവർക്കറിയാം. അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു പരാതി എനിക്ക് കേട്ടിട്ടില്ല. അങ്ങനെ പറ്റൂല, കാരണം ഇത്രയും പേര് ചുറ്റുകൊണ്ടിരിക്കുമ്പോ എന്താ ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം മാത്രമാണ് അങ്ങനെ ഒരു, കഴിഞ്ഞതിന്റെ മുമ്പിൽ തോന്നുന്നത്, കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടില്ല.